ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇന്ന് ഞാനൊരു സ്റ്റിക്കർ മേക്കറിൻ്റെ ആപ്പാണ് കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക. അത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനും ഷെയർ ചെയ്യാനും സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും പഠിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൽ കാണിക്കുന്നത് ഫസ്റ്റ്ലി നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ, ആൻഡ്രോയിഡിൽ പ്ലേ സ്റ്റോറും മറ്റ് ആപ്പിൾ സ്റ്റോറിലും പോയിട്ട് ഈ സ്റ്റിക്കർ മേക്കറിന്ന് അടിച്ചു കൊടുക്കണം. സ്റ്റിക്കർ മേക്കറിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കുറേ ആപ്സ് തുറന്നു വരും. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഈസിയും ആയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു സ്റ്റിക്കറിൻ്റെ ആപ്പാണിത്. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പേജാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റിലേ കാണാം ലേയേഴ്സ്, ഇമേജ്, ടെക്സ്റ്റ്, സ്റ്റിക്കർ, സേവ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ആദ്യം ഞാൻ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് എക്സ്പ്ലോർ ചെയ്താൽ മതി. ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് 1-2 സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ്ലി നമ്മൾ ടെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് വെൽക്കം ടു അവർ ഫാമിലി എന്ന് മാത്രമാണ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെൽക്കം അത് കടിച്ചു കൊടുത്തതിന് ശേഷം ഓക്കെ അത് നേരെ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ചെയ്യണം ടു ഓക്കെ അവർ ഫാമിലി. അത്രയും ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഓരോന്നിങ്ങനെ വലിച്ചെടുത്ത് എടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഓരോന്നും നമ്മളുടെ ഇഷ്ടത്തിന് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് അതിന് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ ഓരോ ഇപ്പോൾ എക്സ് എന്ന് കൊടുക്കുന്നത് ക്ലോസ് ചെയ്യുന്നതാണ്. ഈ ലെഫ്റ്റ് കോർണറിൽ കൊടുക്കുമ്പോൾ നമ്മളത് വലിക്കാനായിട്ട്. പിന്നെ ഈ 4 ആരോയിൽ കൊടുക്കുമ്പോൾ നമുക്ക് അതിനെ നീക്കുകയും ഒക്കെ ചെയ്യാം. 2 കൈ കൊണ്ട് ഇതിൽ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൗണ്ട് ഇങ്ങനെ നീക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് കൊടുക്കാം. സ്റ്റിക്കർ ഫാമിലി അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കുറേ ഇമോജീസ് വരും. ആ ഇമോജീസിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമോജി ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് ചെറുതാക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ സ്റ്റിക്കേഴ്സിൽ നമുക്ക് അടുത്ത ഇമോജി പിന്നെ വരുന്നത് സ്റ്റിക്കറിൽ ഇങ്ങനെ നോക്കാം. ഹാർട്ടിൻ്റെ വരുമ്പോഴത്തേക്കും നമുക്ക് തിരിക്കാം. നമുക്ക് പലതരത്തിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് തൊപ്പി വേണമെങ്കിൽ വയ്ക്കാം. പിന്നെ ആനിമൽസിൻ്റെ ഹാറ്റുകൾ, റാബിറ്റിൻ്റെ, പിന്നെ ഓരോ ടൈപ്പിലെ എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് കണ്ണട വയ്ക്കാം, ഇഷ്ടമുള്ള വിഗ്ഗുകൾ അതെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് സേവ് കൊടുക്കാം. സേവ് കൊടുത്തു കഴിയുമ്പം നമ്മളുടെ ഈ പ്രിവ്യൂ ആയിട്ട് ഇങ്ങനെ വരും. വരുമ്പോഴത്തേക്ക് നമുക്ക് ആഡ് ടു സ്റ്റിക്കർ ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് എൻ്റേതായിട്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ തുടങ്ങിയതാണ്. ഒരു പേര് ഇട്ടിട്ട് ഒരെണ്ണം. അപ്പോൾ അത് ഇങ്ങനെ വരും.
വന്നു കഴിയുമ്പോഴത്തേക്കും അവസാനം റെഡി ടു യൂസ് ഇൻ വാട്സാപ്പ്. ഓക്കെ, അത് വന്നു കഴിഞ്ഞ് നമുക്ക് ഇവിടെ നമ്മൾ ഏതൊരു ഇതിലാണോ നമുക്ക് അയക്കേണ്ടതെന്ന് നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇമോജീസിൻ്റെ ഓപ്പൺ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും താഴത്തായിട്ട് കിടപ്പുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇത് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. കണ്ടോ? അപ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലെ തന്നെ ഈ അടുത്ത ഇതിൽ വരുമ്പോഴത്തേക്കും ഞാൻ വേറൊരു ജസ്റ്റ് പൂക്കളുടെ ഒരു ബണ്ടിൽ കാണിച്ചു തരാം. പേഴ്സണൽ സ്റ്റിക്കർ തന്നെ എടുക്കാം. നമുക്ക് ഇമേജ് ഗാലറിയിൽ നിന്നും, ഗാലറി വേണ്ട, നമുക്ക് വെബ് സെർച്ച് ചെയ്യാം. വെബ് സെർച്ച് ചെയ്യുമ്പം ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് സെർച്ച് ചെയ്തു. നമുക്ക് ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് കിട്ടും. നമ്മൾ ഇത് അടിച്ചു കൊടുത്തു കഴിയുമ്പം നമുക്ക് വരും കണ്ടിന്യൂ വിത്ത് ദിസ് ഇമേജ്. യെസ്. അപ്പോൾ നമുക്കിതിനകത്ത് നമുക്ക് വലുതാക്കാം ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. അതിനകത്ത് ഫോണ്ട് മാറ്റാം. നമുക്ക് ഫോണ്ട് മാറ്റുമ്പം നമുക്ക് ഇഷ്ടമുള്ളത് വരും. കളറുണ്ട്, കളർ നമുക്ക് ഡിസൈൻ ഇഷ്ടം പോലെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ വയ്ക്കാം. ചെയ്തിട്ട് സേവ്. അപ്പോൾ അത് തന്നെ നമുക്ക് ആഡ് ടു സ്റ്റിക്കർ പാക്ക്. എനിക്ക് ബാക്കി എല്ലാത്തിലും 30 സ്റ്റിക്കേഴ്സ് ആയതുകൊണ്ട് ഒന്നിലും നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പുതിയത് ആഡ് ചെയ്തതിനകത്തോട്ട് നമുക്ക് ഇടാം റെഡി ടു യൂസ് ഇൻ വാട്സാപ്പ്. അപ്പോൾ അടുത്തതിൽ നമുക്ക് ഇതിനകത്തോട്ട് കണ്ടോ, അങ്ങനെയാണ് നമ്മൾ പുതിയ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. അത് എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് എനിക്ക് അറിയിക്കണം.